അപ്പൊ ഗൈസ് ചെറുക്കൻ എന്നാ വേണ്ടതെന്ന് പറ. എന്നാ വേണ്ടത്? അതെന്തോ കയ്യിരിക്കണ തീറ്റിയാ? തീറ്റി എടുത്താ നീ. പക്ഷെ നമുക്ക് ഫുഡ് മേടിച്ചിട്ട് ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുങ്ങൾ വെള്ളം വെക്കണ കണ്ടല്ലേ, കണ്ടാ നീ? ഫുഡ് നമുക്ക് ഇട്ട് കൊടുത്താലോ? അപ്പൊ ഗൈസ് നീ എടുത്താ പോവും പൊന്നെ. ഓടാ ചെയ്യാൻ ഇവിടെ കയറിയില്ലേ? ഇവിടെ പൊട്ടയായിട്ടോ അവന് നീട്ട പോവൂടാ. ഇട്ടോട് അങ്ങനെയല്ല, കമത്തല്ല്. ചെറുക്കന് ഫുഡ് കുറെ കളയുമെന്ന് അറിയാൻ പാടില്ല. ഞാനിങ്ങനെ ഇട്ടോളാം പൊന്നെ. എൻ്റെ അകത്ത് കൈ വെച്ചേ. ചെറുക്കന് ഫുഡ് കൊടുക്കണം പറഞ്ഞു ചെരുപ്പൊക്കെ ഇട്ട് കയറി നിൽക്കും. ചെരുപ്പിട്ടുണ്ട് താഴെ ഇറങ്ങടാ. എൻ്റെ കയ്യെ നിൽക്കത്തില്ല, അതാണ് നീ അവിടെ കേട്ടേ. നീ മൊത്തം താലക്കളയും. അമ്പാടി ഇട്ടിട്ട് കൊടുത്തേ. ഇട്ടോട്. കുറച്ച് ഫുഡ് ഇട്ട് കൊടുക്കട്ടെ ഗൈസ്. ഫുഡ് ഇട്ട് കൊടുക്കുന്ന സമയമായി. എവിടെ ഇരിക്കണത്? ഇറങ്ങിങ്ങാട്ട് വാ, നമുക്ക് ബുൾസൈ ഉണ്ടാക്കാം. വാ, ബുൾസൈ വേണ്ടല്ലോ. ഞാൻ പോകണേ കേട്ടാ. ഞാൻ കഴിക്കാം. നമുക്ക് വേണം ബുൾസൈ വേണമെങ്കിൽ ഞാൻ ഇപ്പം ഉണ്ടാക്കിത്തരാം. ഞാൻ പോവും, ഇപ്പം ഉണ്ടാക്കിത്തരാം ബുൾസൈ വേണമെങ്കിൽ. എന്നാ പോ ഇറങ്ങി. ഞാൻ ഇറക്കാം. ചാടല്ലും വീഴും മാറ. അയ്യോ ഇറങ്ങി. നമുക്ക് ബുൾസൈ ഉണ്ടാക്കിയാലോ? അപ്പൊ ഗൈസ് പറ ബുൾസൈ ഉണ്ടാക്കാൻ പോണം. അപ്പോൾ ഗൈസ് ചെറുക്കൻ്റെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഉണ്ടാക്കാം. എന്നാ കഴിക്കണത്? നെല്ലിക്ക്. അപ്പോൾ ഗൈസ് ചെറുക്കൻ്റെ ഒരു ബുൾസൈ ഉണ്ടാക്കി കൊടുക്കാം. കുറേ നേരമായതുകൊണ്ട് അതിന് പുറകെ നടക്കാൻ ചെറുക്കൻ. വാ, വേണമെങ്കിൽ ഉണ്ടാക്കി തരാം. ഗൈസ് ഒരെണ്ണം ഉണ്ടാക്കി കൊടുക്കട്ടെ. ബുൾസൈ. അപ്പോൾ ഗൈസ് ഞാൻ ഉണ്ടാക്കട്ടെ ഗൈസ്. ഓക്കെ, ഇവിടെ എങ്ങനെ ക്യാമറ എവിടെയെങ്കിലും അഡ്ജസ്റ്റ്. കാണാൻ പറ്റൂടെ? ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണ് എടുക്കണത്. അഡ്ജസ്റ്റ് ചെയ്ത് ക്യാമറ വെക്കാണ്ടോ സാധനം പോലുള്ള ഗേസ്. അതാണ് എൻ്റെ പ്രശ്നം. എന്താടാ? അപ്പോൾ ഗൈസ് നമുക്കെന്നാ ബുൾസൈ ഉണ്ടാക്കാം. എന്നെ കാണാൻ പറ്റുമോ അറിയാൻ പാടില്ല. ഞാൻ അഡ്ജസ്റ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. എടാ എടുക്കല്ലേ, ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ക്യാമറ വെച്ചിരിക്കുന്നത്. എടുത്താൽ പോകും. അത് തൊടലും കേട്ടാവത്തെ പിടിക്കല്ലും. എന്നെ കാണാൻ പറ്റുമോ അറിയാൻ പാടില്ല ഗൈസ്. അമ്പാടി വന്നേ, അമ്പാടി ആയി കൊടുത്തേ. കാണാൻ പറ്റുമാടി. അപ്പം നമുക്ക് ഓക്കെ ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഗൈസ് ഞാൻ ചട്ടിയൊക്കെ കഴുകിയിട്ടുണ്ട്. ചട്ടി കഴുകി ഇവിടെ വെക്കുക. മുട്ട എടുത്ത് ഒരു ചെറിയ സ്പൂൺ പറയേണ്ട ആവശ്യമില്ലല്ലേ, ഞാൻ ഉണ്ടാക്കുന്ന രീതി. അമ്പാടി കമോൺ, ഇവിടെ കമോൺ. ആദ്യം സ്റ്റവ് കത്തിക്കണം. കൈ വിട്ട് പോയി. ഇവിടെ കമോൺ, വേണമെങ്കിൽ ഓടി വാ. യെസ്, സ്റ്റവ് അങ്ങനെ കത്തിച്ചിരിക്കുകയാണ് ഗ്യാസ്. ഇപ്പം നമുക്ക് സ്റ്റവ് അല്ല, മറ്റേ ഗ്യാസ് ഇല്ലേ, എടുക്കല്ലേ അത്. അതവിടെ വെക്ക് പൊന്നെ. ഗ്യാസ് ഇല്ല, മറ്റേ ജപ്പാൻ കണക്ഷൻ പോലെ തന്നെ. പണ്ടത്തെ പോലെ കുറ്റിയല്ല, ഇപ്പം ഗ്യാസ് ആയതുകൊണ്ട് ഇതുണ്ട്. ഇത് ഗ്യാസാണ്. ഇത് ജപ്പാൻ കണക്ഷൻ പോലെ നമ്മൾ മാസം മന്ത്ലി ഇത്ര എടുക്കുന്ന അനുസരിച്ച്. അതിൻ്റെ അത് ബുക്കല്ലും ഇടാ കുള്ളത്തിലെ കപ്പ്. ഇത് അടച്ചു കൊടുക്കേണ്ട സംഭവമാണ്. ബുൾസൈ വേണം എനിക്ക്. വെള്ളം വേണം. വെള്ളം നീ എന്നോട് പറഞ്ഞാൽ പോരെ? എടാ ആ ഗ്ലാസ് കൊള്ളത്തില്ല. കഴുകി തരാം കേട്ടാ ചെറുക്കൻ. അപ്പൊ ഗൈസ് ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ചെറിയ ചെറുക്കൻ്റെ പരിപാടിയായിട്ട് പോയി. അപ്പം ഇതുണ്ടാക്കട്ടെ ഗൈസ്. എവിടെ? അപ്പൊ ഗൈസ്
അപ്പൊ ഗൈസ് ഞാൻ ചെറുക്കന് ഉണ്ടാക്കി കൊടുക്കട്ടെ. ഓക്കെ എന്നെടുത്ത് അമ്പടി കുറച്ച് നമുക്ക് എണ്ണ എങ്ങോട്ട് ഒഴിക്കാം. ഇച്ചിരി എണ്ണ അമ്പാടിക്ക് വേണ്ടി എണ്ണ അങ്ങോട്ട് ഒഴിക്കുക. പിന്നെ നമ്മുടെ കുളിക്കണ്ണെ മറ്റേ ഗ്യാസ് ആയതുകൊണ്ട് ഭയങ്കര ഇതായിട്ടാണ് കൈസുണ്ട്, ഭയങ്കര പവറാണ്. മറ്റേ ഞാൻ പറഞ്ഞില്ലേ എന്തോടാ ഇത് അടക്കണ പോലെ ജപ്പാൻ പൈപ്പ് അടക്കുമ്പോൾ മാസം ഇത്ര മന്ത്ലി ഇത്ര പേയ്മെന്റ് വെച്ച് അടക്കണം നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച്. ഇപ്പം എല്ലായിടത്തും ഇതായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പം മറ്റേ പണ്ടത്തെ കുട്ടി ഇപ്പം കുറവാണ്. ഇപ്പം ആ ഗ്യാസാണ് ഇപ്പം മിക്കയിടത്തും. നമുക്ക് കാച്ചിട്ട് കുറച്ചായിട്ടുള്ളൂ, എന്നാലും കുഴപ്പമില്ല. ബില്ല് വരുമ്പോൾ അറിയും, ബില്ല് അങ്ങനെ വന്നിട്ടില്ല. ഇത് നഷ്ടാണോ ലാഭമാണോ? അപ്പൊ ഗൈസ് ഞാൻ ഉണ്ടാക്കട്ടെ. എണ്ണ ഒഴിച്ച് അമ്പടി ചെറുതും ബുൾസൈ വേണമെന്ന് പറഞ്ഞു ഇങ്ങനെ പൊട്ടിക്കുക. പെട്ടെന്ന് ബുൾസ് ഉണ്ടാക്കാം, പച്ചക്കിനെ ഉണ്ടാക്കും. ഒഴിക്കുക. സൗണ്ട് കേട്ടല്ലേ? ഇതാണ് അതിന്റെ പരുവം. സൗണ്ട് കേൾക്കുന്നുണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ. മുളക് വേണം, മുളക് ഇട്ടണോ അമ്പടിക്കും? മുളക് വേണ്ടല്ലോ, ഉപ്പ് മാത്രം മതിയാ? മുളക് വേണ്ടേ? അവൻ മുളക് കൊടുക്കാതെ ഞാൻ വെറുതെ ചോദിച്ചാൽ എന്തേലും മുളക് കൊടുത്ത് ശരിയാവില്ല. കണ്ണ ഇത് കണ്ടത് കണ്ണ് കൊള്ളാവാ? സൂപ്പറല്ലേ? സന്തോഷമല്ലേ അവന്റെ? ഉപ്പ് ദേശം ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ദേശം ഉപ്പ് കുറച്ചുകൂടി കൂടിപ്പോയാലും പ്രശ്നമാണ്, കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. ഉപ്പല്ലേ ചെറുക്കന് കുറച്ച് ഉപ്പൊക്കെ ഉള്ളിട്ട് കൊടുക്കണം. ആ മതി. ഉപ്പങ്ങ് ഇട്ട് കൊടുത്ത് നിങ്ങൾ കണ്ടില്ല ബുൾസായി. ഇങ്ങോട്ട് വെച്ചേ, ഇങ്ങോട്ട് നോക്ക് നോക്കടാ ഗൈസ്. കണ്ടില്ല ഗൈസ് ബുൾസായി ചെറുക്കന് വേണ്ടിയുള്ള ബുൾസായി അങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കണം ഗൈസ്. ഫോൺ എടുക്കുക. മറിച്ചാൽ അങ്ങനെ മറിക്കാതിരിക്കാണ്ട് എക്സ്പെർട്ട്. മറിച്ചാൽ പോയി ഗൈസ്, മറിച്ചാൽ പോയി. ഇതുകൊണ്ടിങ്ങനെ കുത്തി എടുക്കുക. സൈഡൊക്കെ ഒന്ന് ഉടിപ്പിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് ഉടിപ്പിച്ചിങ്ങനെ എടുത്താൽ സെറ്റായിരുന്നു. കുറച്ച് കരിഞ്ഞിപ്പോയോന്ന് സംശയം. ഇല്ലാതില്ല കുഴപ്പമില്ല. എന്നാലും യെസ് ഐ ഗോട്ട് ഇറ്റ്. സെറ്റായി ഗൈസ്. അമ്പാടി പാത്രം കൊണ്ടുവരൂ. കമോൺ, ഓടി വാ അമ്പാടി, പാത്രം കൊണ്ടുവാ. ഓടിക്കൊണ്ടുവാ, പെട്ടെന്ന് കൊണ്ടുവാ. പാത്രമൊക്കെ പോയിക്കാതെ ഓടി ഇപ്പൊ കൊണ്ടുവരും. കരിഞ്ഞു പോവും പെട്ടെന്ന്. ഓടിവാടാ പെട്ടെന്ന് ഓടിവാ, കരിഞ്ഞു പോവും. എവിടെ ഓടിവാ. പിടിച്ചോ. നോക്ക് ചിരിച്ചേ, നോക്ക്. ചൂട് ഇപ്പൊ വെക്കല്ലും. അവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ട് ഫാനിട്ട് കഴിക്ക്. അപ്പൊ ഗൈസ് ചെറുക്കനപ്പോ ഗ്യാസ് ഓഫ് ആക്കട്ടെ. ബുൾസ എങ്ങനെ സെറ്റായിരിക്കാണ്. അങ്ങനെ ചെറുക്കനും പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞു. ഞാനൊക്കെ ഉണ്ടാക്കണോണ്ട് പിന്നെ ഒന്ന് പറയും ഇങ്ങനെ ബുൾസൈ വേണം. അപ്പൊ അതൊക്കെ എന്താ പരിപാടി? അതൊക്കെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കും. പനും കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കണോണ്ട് അവനും വന്ന് എന്നിട്ട് പറഞ്ഞു തന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ജസ്റ്റ് ഉണ്ടാക്കി കൊടുത്തു. അമ്പാടി എങ്ങനെയുണ്ട്? പോടാ, ചെരുപ്പൊക്കെ ഊരിയിട്. ചെരുപ്പ് ഊരിയിട്ടാണ് ബുൾസ കഴിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും കഴിക്കുമ്പോൾ ചെരുപ്പൊക്കെ ഊരിയിടണം കേട്ടാ. ചെരുപ്പിട്ട് കഴിക്കല്ലോ, ദോഷാണ്. എനിക്ക് ചെയ്തു വേണം.
ചെയ്ത് തരുമോ? എടുത്തോട്ടെ. ഇച്ചിരി ചോറും കൂടി ഇട്ട് കൊടുക്കാൻ പാടിക്ക്. ചോറും കൂടി കഴി. ചൂടുണ്ടാ? നീ അവിടെ പോയിരുന്നേ. എവിടെ പോയില്ലേ? വാ വാ ഇങ്ങോട്ട് വാ. ഇതെവിടെ നിന്ന് കഴിക്ക്. ടേബിളിൽ നിന്ന് കഴിക്ക്. വാ വാ. ഓടി 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 ഓടി. ഞാനിരിക്കാം. ഇത് കഴിച്ചോ? ചെറുക്കൻ കഴിക്കണം. അപ്പോൾ എടുത്ത് നിന്നപ്പോൾ ചെറുക്കൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടാക്കി കൊടുത്തില്ല. ചൂടുണ്ട് കേട്ടോ, ചൂടുണ്ട് നല്ല. മയം കഴിക്കും. ചെറുക്കൻ്റെ കളിപ്പാട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ. ചാക്ക് നിറയെ കളിപ്പാട്ടാണ്. അപ്പോൾ ശരി യേസ്. ഓക്കെ ഓക്കെ പറ. സൂപ്പറല്ലേ? ഇവിടെ നോക്ക്. സൂപ്പർ പറ. അപ്പോൾ ഗായ്സ് ഇവിടെ നല്ല മഴ, കറണ്ടും പോയി ഗായ്സ്. നല്ല കാണാൻ പറ്റുന്ന നല്ല ഹെവി മഴയാണ് ഗായ്സ്. വേടാ അവിടെ അങ്ങനെ മഴയായിട്ടിരിക്കുന്നു ഗായ്സ്. ചെറുക്കനും ഞാനും കൂടി അല്ലേ? ഇനി ചേച്ചീനെയും വിളിക്കാൻ പോകണം. ഇന്നും മഴ കുറയാതെ എങ്ങും പോകാനും പറ്റത്തില്ല. അപ്പോൾ ചേച്ചി അവിടെ പ്രൈവറ്റ് സ്റ്റേഷനിൽ വന്നു കാണും. ഇപ്പം എന്നെയും വിളിച്ചായിരുന്നു. അപ്പം ഇത് കുറയാതെ ഇങ്ങനെ പോകാൻ നല്ല മഴ. വണ്ടിയെ പോകാനൊന്നും നടക്കത്തില്ല ഗൈസ്. അത്രക്കും നല്ല കാണാൻ പറ്റുന്നുണ്ട്. നല്ല മഴയാണ്. കുറയുന്നില്ല. കുറച്ചായാലും തുടങ്ങിയിട്ട്. ഇത് ഒരു അപ്രത്യക്ഷമായ മഴയായിട്ട് ഇത്തവണ മഴ പെട്ടെന്നാണ് കാലാവസ്ഥ മാറിയത്. പെട്ടെന്ന് നല്ലൊരു മഴ. ഞാൻ ചെറുക്കും കൂടി അതുകൊണ്ട് ഇവിടെ കുത്തിരിക്കണം. വെറുതെ കറണ്ട് പോയി ഇങ്ങനെ ചെറുക്കനും ഞാനും കൂടി ഇവിടെ കുത്തിരിക്കണം ഗൈസ്. എമ്പാടി അമ്മേനെ എങ്ങനെ വിളിക്കും? ഇനി കിങ്ങിനീന എന്ത് ചെയ്യും? നീ ഇന്ന് ഒറ്റക്ക് എടുക്ക. ഒറ്റക്ക് കിടക്കണമല്ലേ ചെറുക്കൻ? ഒറ്റക്ക് കിടക്കണം. എന്ത് ചെയ്യും? കിങ്ങിനീനെ എങ്ങനെ നമ്മൾ വിളിക്കും? ഇത് നല്ല മഴ നോക്കിക്കേ. നീ കണ്ടില്ല? മഴ കണ്ടില്ലേ? സൂപ്പർ മഴയാണ്. പോസ്റ്റാണ്. മഴ നോക്കിയിട്ട് കുറയണമില്ല. അങ്ങനെ നിൽക്കണം. ഒരു കുറവില്ല. നല്ല മഴ കണ്ടില്ല ഗേൾസ്. ശരിക്കും നല്ല രീതിയിലുള്ള മഴയുണ്ട്. മാറാതെ വണ്ടിയെപ്പോൾ ശരിയാകില്ലല്ലോ. വണ്ടിയിൽ മൊത്തം നനയും. അത് കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞു പ്രൈവറ്റ് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അവിടെ അകത്ത് തന്നെ ഇരുന്നാൽ മതി. കുറയാണെങ്കിൽ വരാമെന്ന് പറഞ്ഞു. ഞാനൊക്കെ ഇപ്പോൾ കുറയാനില്ല. കുറയാനായിട്ട് കുത്തിയിരിക്കുന്നു. കറണ്ടും പോയി നല്ല ഇടിയും മിന്നലും. ഇത് കണ്ടോണേ നല്ല ഹെവി. ഇടാ ഇറങ്ങിയാട്ടെ. ഹെവി മിന്നല കേൾക്കാൻ പറ്റുള്ളൂ. ഇത് കണ്ടില്ലേ ഗായ്സ്? അത്യാവശ്യം നല്ല ഇടിയും മിന്നലും ഉണ്ട്. പെട്ടെന്നാണ് കേട്ടോ ഈ മഴ വന്നത്. പെട്ടെന്ന് ഒരു പ്രതീക്ഷിക്കാതെ വരവായി പോകും. അങ്ങനെ ഇരിക്കുന്നു ഗായ്സ്. അമ്പാടി കൊല്ലം പറയുന്നുണ്ട്. അമ്പാടി മഴനെ പറ്റി ഞാനൊരു ഒരു എമർജൻസി ഒരു ലൈറ്റും കൂടി ഇരിക്കുന്ന കേസ് അങ്ങനെ അപ്പോൾ അതും കൊണ്ടൊക്കെ ഇരിക്കുന്നു. ഞാൻ ചെറിയ എന്ത് എവിടെ നമ്മൾ കണ്ടുപോകുന്നില്ലല്ലോ ഒരു രക്ഷ. പിന്നെ ഒരു രക്ഷയില്ല. ചൂട്. അതാണ് ജനൽ തുറന്നിട്ട് കുറച്ച് സമാധാനമുണ്ട്. അല്ലെങ്കിൽ ഭയങ്കര ചൂടായിട്ടുണ്ട്. ഈ മഴയും മൊത്തം ചൂട് കൂടിയാണ്. ഇപ്പം ജനൽ അതുകൊണ്ടാണ് പറഞ്ഞത്. ജനൽ തുറന്നപ്പോൾ ഇതിക്ക് ഇരിക്കാനുള്ള രസമുണ്ട്. തണുപ്പുണ്ട്. നല്ല കൂളിംഗ് ഉണ്ട്. അടച്ചിട്ടാൽ ഭയങ്കര ചൂടായിരിക്കും. അതുകൊണ്ട് ഞാനിത് തുറന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് തുറന്നിട്ടിരിക്കുന്നത്. ഗൈസ് അങ്ങനെ ഇരിക്കണം ഗൈസ്. ഓക്കെ. അപ്പോൾ ഗൈസ് ഞാൻ ചേച്ചിനെ വിളിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് വന്നു. എന്തൊരു മഴയായിരുന്നു. മഴയത്തായതുകൊണ്ട് വണ്ടിയാണ് സ്റ്റാർട്ടാകുന്നില്ല. അവിടെയാണെങ്കിൽ ഭയങ്കര വെള്ളക്കെട്ട്. അങ്ങനെ വണ്ടിയുടെ അകത്ത് വെള്ളമൊക്കെ അടിച്ച് കയറിയിട്ട് വണ്ടി ഓഫായിപ്പോയി പകുതി വെച്ച്. അങ്ങനെ അവിടെ വെച്ച് ആ വെള്ളത്തിൽ കൂടി ചാടന്ന് ഉന്തി കുറേ വന്നു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായി. എന്ത് പാടാണ് വണ്ടി സ്റ്റാർട്ടാൻ. വീട്ടിൽ വെച്ച് സ്റ്റാർട്ടായില്ല. മഴയുണ്ട്, നനഞ്ഞിരിക്കുന്നുണ്ട്. ഈ പ്ലഗ് നനയുമ്പോൾ വണ്ടി സ്റ്റാർട്ടാകാൻ ഭയങ്കര പാടാണ് വണ്ടിയുടെ. അങ്ങനെ വിഷമിച്ചിരിക്കേണ്ട കഴിച്ചു. അപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ ഇത് ഞങ്ങൾ മസാല ദോശ കഴിക്കാനായിട്ട്
വാവാസി വന്നിരിക്കുന്നു അത് അങ്ങനെ താമസിച്ചു. വണ്ടിയും അങ്ങനെ പണിയൊന്നുമുണ്ട്, താമസിച്ചു മഴയായതുകൊണ്ട്. ഇപ്പം എത്ര മണി? 10:30. ഇപ്പം 10:30 മണി കഴിഞ്ഞു ഗൈസ്. താമസിച്ചിരുന്നു, മഴയും വണ്ടിയും പണിയൊന്നുമുണ്ട്. ഈ പ്ലഗിൻ്റെ അകത്ത് വെള്ളം കയറിയ പിന്നെ വണ്ടി സ്റ്റാർട്ടാകാൻ പാടായിരുന്നു. അങ്ങനെ അവിടെയാണ് ഇങ്ങോട്ട് കായൽ പോലെ വെള്ളം കിടക്കണം ആ റോട്ടിൽ. അത് എന്താ അറിയാമല്ലോ, തുറന്നു വിടാത്ത. അവിടെ അത്യാവശ്യം നല്ല വെള്ളം, സൈഡിലായിട്ട് മാത്രമായിട്ട് വെള്ളം. അവിടെക്കൂടി വണ്ടി ഓടിച്ചപ്പോൾ പകുതി മുക്കാൽ നമ്മൾ നനയും അവിടെക്കൂടി ഓടിച്ചത്. അങ്ങനെ കുറച്ച് പേരൊക്കെ കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ടൊക്കെ അവിടെ നിൽക്കുന്നുണ്ടാവും വണ്ടി സ്റ്റാർട്ടാകാണ്ട്. അങ്ങനെ മാത്രമല്ല, വേറെ കുറച്ച് പേരൊക്കെ നിൽക്കുന്നുണ്ടാവും വണ്ടി സ്റ്റാർട്ടാകാൻ. അങ്ങനെ ഞങ്ങൾ എങ്ങനെയെങ്കിലും പാടുപെട്ട് അടിച്ചടിച്ചടിച്ച് വന്നപ്പോൾ എങ്ങനെ സ്റ്റാർട്ടായി ഓണായി. എൻജിനിൽ ഇതാണ് ചൂടായിട്ടാണ് പുകയൊക്കെ വരും. എന്നിട്ട് വെള്ളം പെട്ടെന്ന് സ്റ്റാർട്ടായിട്ട് വെള്ളം കയറിയിട്ട് ഇങ്ങനെ പഴുത്ത് ചൂടായിട്ടാണ് ഇങ്ങനെ വന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ കഴിക്കാതിരിക്കണം വിഷമിച്ച് പോയി. ഇക്കറെടുത്ത് മരിച്ചു. ഞങ്ങൾ കഴിച്ചിട്ട്